சரி, இவ்வளவு விஷயங்கள் பேசுனீங்க. விஜய் அவர்களோட ஃபேன் செலிப்ரேஷன் ஒண்ணு இருக்கு. அந்த செலிப்ரேஷன பத்தி நீங்க சொல்லுங்க. இன்சைட் த தியேட்டர் அந்த கிரவுட் புல்லிங் இதெல்லாம் பத்தி நம்ம பேசிட்டோம். பட் இங்க இருக்கக்கூடிய അല്ല செலிப்ரேஷன் അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ സെലിബ്രേഷൻ വേറെ എന്താ വേണ്ടത്? കാരണം ഇത്രയും ജനങ്ങൾ വന്ന് ആഘോഷത്തിമിർത്തിലാടുമ്പോ അവര് അതിന്റെ ഒരു ഭാഗമാവുന്നതല്ലേ. ம், ம், ம். തീർച്ചയായിട്ടും അവർക്ക് സന്തോഷിക്കാനുള്ള ഒരു വക തന്നെയാണ്. பிரியதர்ஷினி காம்ப்ளெக்ஸ் உங்களுக்கு எவ்வளவு கனெக்டான ஒரு தியேட்டர்? கரெக்டான ரொம்ப வருஷமா தளபதியோட முக்கிய கால படங்கள் இது. ம். மெயினா சொல்லணும் எங்களுக்கு திருமலை சொல்லணும். ஓகே. திருமலை, ஷாஜஹான் ஆ. அந்த டைம்ல எல்லாம் இங்கதான் அந்த படம் ஓடிச்சு. ம். ഷാജഹാനുള്ള 50 ഡേയ്സ്. ஓ இந்த பிரியதர்ஷினி അല്ല അന്നത്തെ ഒരു പ്രത്യേക കൊറോണയ്ക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ വരുമ്പോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ തിയേറ്ററിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ஓகே. പറഞ്ഞു മനസ്സിലായല്ലോ. ഇപ്പൊ ഇവിടെ കളിക്കുകയാണെങ്കിൽ ഇവിടെ മാത്രം, ആ. അപ്പുറത്ത് അരോമ കോംപ്ലക്സിലാണെങ്കിൽ അവിടെ മാത്രം, ആ രീതിയിലാണ്. പക്ഷെ ഈ കൊറോണയ്ക്ക് ശേഷമാണല്ലോ വൈഡ് റിലീസ് വന്നത് എല്ലാവിടെയും. കാരണം അതുവരെ ഉണ്ടായിരുന്ന ഒരു രീതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് 100 ഡേയ്സ്. ആ 100 ഡേയ്സ് പോയി ഇപ്പൊ 100 കോർസ്. എത്രയും പെട്ടെന്ന് 100 കോടി എത്രയും പെട്ടെന്ന് 3 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ 100 കോടിയിലേക്ക് എത്തിക്കുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എത്രയും കൂടുതൽ സ്ക്രീൻ കളിക്കുക എന്നുള്ളതാണ് കൊറോണയ്ക്ക് ശേഷം വന്ന രീതിയാണത്. അതാണ് പുള്ളി പറഞ്ഞ ആ പണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ മാത്രമായിരുന്നു. இன்னைக்கு இந்த 1300 சீட்டு இந்த தியேட்டர். പ്രിയദർശിനി சொன்னா 1300 സീറ്റ്. ഏറ്റവും വലിയ സ്ക്രീൻ ആയിരുന്നു. பெரிய ஸ்கிரீன். അതെ. பாலக்காட்டுல பெரிய ஸ்கிரீன் பிரியதர்ஷினி. പ്രിയദർശിനി. ஓகே. 1300 സീറ്റ്. இந்த ஸ்கிரீன்ல தான் தளபதியோட நெஞ்சினிலே, ஷாஜஹான், திருமலை, ഒരുപാട് മൂവി இருக்கு. இன்னும் சொல்லலாம். ஒரு வசீகரா இந்த மாதிரி எல்லா படமும் இங்கதான் இருக்கு.